റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പെൻഡ്രൈവ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കാം. എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിൻഡോസ് ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റൈറ്റ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യാനോ ഇതിലുള്ളത് ഡിലീറ്റ് ചെയ്യാനോ ഫോർമാറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ കമാൻഡ് മോഡ് അഡ്മിൻ മോഡിൽ ഓപ്പൺ ചെയ്യുക. ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ദെൻ ലിസ്റ്റ് സ്പേസ് ഡിസ്ക് എന്ന് കൊടുക്കുക. നമ്മളുടെ ഡ്രൈവ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് സെലക്ട് ചെയ്യുക. സെലക്ട് സ്പേസ് ഡിസ്ക് സ്പേസ് ഇവിടെ 3 ആണ്. അടുത്ത കമാൻഡ് ആട്രിബ്യൂട്ട് സ്പേസ് ഡിസ്ക് സ്പേസ് ക്ലിയർ സ്പേസ് റീഡ് ഓൺലി. ഈ ഒരു കമാൻഡ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡിസ്ക് പാർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. നെക്സ്റ്റ് കമാൻഡ് മോഡിൽ നിന്നും എക്സിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആ പെൻഡ്രൈവ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയുള്ള പെൻഡ്രൈവുകൾ അതേപോലെ മെമ്മറി കാർഡുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമുക്ക് കോപ്പി ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവരുടെ ഡാറ്റ കോപ്പി ചെയ്തതിന് ശേഷം ഹാർഡ്വെയർ ലെവലിൽ തന്നെ ലോക്ക് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൻഡ്രൈവ് ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ കമാൻഡ് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ടും വർക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. വാറണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ക്ലെയിം ചെയ്യാം. ഇതിലൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് കളയാനേ പറ്റൂ. പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് അടുപ്പിച്ച് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടത്. നിങ്ങളുടെ വർക്ക് ചെയ്യാത്ത സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ കളയുന്നതിന് മുൻപ് ഈ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കുക. ചിലപ്പോൾ വർക്കാവും. അറിയാത്തവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.